പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാനേക്കാൾ അധികം ആളുകളെ യേശു എന്തു ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്. എ. മാനസാന്തരപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ബി. ശിഷ്യപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. സി. ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ഡി. ആകർഷിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരം സി. ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യം 2. ആരേക്കാൾ അധികം ആളുകളെ യേശു ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്. എ. പുരോഹിതരേക്കാൾ, ബി. നിയമജ്ഞരേക്കാൾ, സി. സദുക്കായരേക്കാൾ, ഡി. യോഹന്നാനേക്കാൾ. ഉത്തരം ഡി. യോഹന്നാനേക്കാൾ. ചോദ്യം 3. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആരു കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്? എ. പുരോഹിത പ്രമുഖർ, ബി. ഫരിസേയർ, സി. ജനപ്രമാണികൾ, ഡി. നിയമജ്ഞർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 4. യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്ത് താമസിക്കുമ്പോൾ ആരാണ് ജനങ്ങൾക്ക് നേരിട്ട് സ്നാനം നൽകിയിരുന്നത്? എ. യേശു, ബി. യേശുവിൻ്റെ ശിഷ്യന്മാർ, സി. പുരോഹിതർ, ഡി. സദുക്കായർ. ഉത്തരം ബി. യേശുവിൻ്റെ ശിഷ്യന്മാർ. ചോദ്യം 5. യേശു യൂദയായിൽ നിന്ന് വീണ്ടും എവിടേക്കാണ് പോയത്? എ. ഗലീലിയിലേക്ക്, ബി. ജെറുസലേമിലേക്ക്, സി. ബെഥാനിയയിലേക്ക്, ഡി. ജോർദാനിലേക്ക്. ഉത്തരം എ. ഗലീലിയിലേക്ക്. ചോദ്യം 6. യൂദയായിൽ നിന്നും ഗലീലിക്ക് പോകുമ്പോൾ യേശുവിന് ഏത് ദേശത്തുകൂടി കടന്നു പോകണമായിരുന്നു? എ. കഫർനാം, ബി. ഈജിപ്ത്, സി. ശമരിയ, ഡി. സിറിയ. ഉത്തരം സി. സമരിയ. ചോദ്യം 7. പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണത്തിൻ്റെ പേരെന്ത്? എ. ബെത്ലഹേം, ബി. ഇഥുമിയ, സി. ദെക്കാപോളിസ്, ഡി. സമരിയയിലെ സിക്കാർ. ഉത്തരം ഡി. സമരിയയിലെ സിക്കാർ. ചോദ്യം 8. യാക്കോബിനെയും മകൻ ജോസഫിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമേത്? എ. പുറപ്പാട്, ബി. സംഖ്യ, സി. ഉൽപ്പത്തി, ഡി. ജോഷുവ. ഉത്തരം സി. ഉൽപ്പത്തി. ചോദ്യം 9. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ഗലീലിയിലെ നസ്രത്തിൽ, ബി. എഫ്രായിം മലമ്പ്രദേശത്ത്, സി. ഹെബ്രോൻ താഴ്വരയിൽ, ഡി. സമരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ഉത്തരം ഡി. സമരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ചോദ്യം 10. പഴയ നിയമത്തിൽ സിക്കാർ എന്ന പട്ടണം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? എ. സിഖമിൻ, ബി. എഫ്രാത്ത, സി. ഷെക്കേം, ഡി. സുക്കോത്ത്. ഉത്തരം സി. ഷെക്കേം. ചോദ്യം 11. യേശു സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിന് തുടക്കം കുറിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ. എനിക്ക് ദാഹിക്കുന്നു, ബി. എനിക്ക് കുടിക്കാൻ തരുക, സി. കർത്താവ് മകളെ അനുഗ്രഹിക്കട്ടെ, ഡി. കർത്താവ് നിന്നോട് കൂടെ. ഉത്തരം ബി. എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 12. യേശു സമരിയാക്കാരി സ്ത്രീയുമായി സംഭാഷണം നടത്തുന്ന സമയത്ത് ശിഷ്യന്മാർ എവിടെയായിരുന്നു? എ. സിനഗോഗിൽ പോയിരുന്നു, ബി. താമസ സ്ഥലം അന്വേഷിച്ചു പോയിരുന്നു, സി. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോയിരുന്നു, ഡി. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ഉത്തരം ഡി. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ചോദ്യം 13.
യേശു കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ സമരിയാക്കാരി സ്ത്രീ വൈമനസ്യം പ്രകടിപ്പിക്കാൻ കാരണമെന്ത്? എ. യേശു ഒരു യഹൂദൻ ആയിരുന്നതിനാൽ. ബി. യേശു ഒരു അപരിചിതൻ ആയിരുന്നതിനാൽ. സി. സമരിയാക്കാരി സ്ത്രീ തനിച്ചായിരുന്നതിനാൽ. ഡി. താൻ അശുദ്ധയാകുമോ എന്ന് ഭയന്ന്. ഉത്തരം എ. യേശു ഒരു യഹൂദൻ ആയിരുന്നതിനാൽ. ചോദ്യം 14. യേശുവിൻ്റെ കാലത്ത് യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരുന്നു? എ. കടുത്ത ശത്രുതയിലായിരുന്നു. ബി. സഹോദരങ്ങളെപ്പോലെയാണ് കഴിഞ്ഞിരുന്നത്. സി. അവർ തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. ഡി. പരസ്പരം സഹകരിച്ചാണ് ജീവിച്ചിരുന്നത്. ഉത്തരം സി. അവർ തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. ചോദ്യം 15. പൂരിപ്പിക്കുക. യേശു അവളോട് പറഞ്ഞു, ഡാഷ് എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. എ. എൻ്റെ ദൗത്യം ജീവജലം. ബി. ദൈവത്തിൻ്റെ ദാനം നിത്യജീവൻ. സി. അത്യുന്നതൻ്റെ കൃപ ജീവജലം. ഡി. ദൈവത്തിൻ്റെ ദാനം ജീവജലം. ഉത്തരം ഡി. ദൈവത്തിൻ്റെ ദാനം ജീവജലം. ചോദ്യം 16. ജീവജലം തനിക്ക് നൽകാൻ സമരിയാക്കാരി സ്ത്രീ യേശുവിൽ കാണുന്ന 2 തടസ്സങ്ങൾ ഏതൊക്കെ? എ. വെള്ളം കോരാൻ പാത്രമില്ല, കിണർ ആഴമുള്ളത്. ബി. വെള്ളം കോരാൻ അറിയില്ല, കിണർ ആഴമുള്ളത്. സി. അന്യർക്ക് കോരാൻ അനുവാദമില്ല, കിണർ ആഴമുള്ളത്. ഡി. വെള്ളം കോരാൻ കയറില്ല, കിണർ ആഴമുള്ളത്. ഉത്തരം എ. വെള്ളം കോരാൻ പാത്രമില്ല, കിണർ ആഴമുള്ളത്. ചോദ്യം 17. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ കിണറ്റിൽ നിന്നും ആരൊക്കെ വെള്ളം കുടിച്ചിരുന്നു എന്നാണ് സമരിയാക്കാരി സ്ത്രീ അവകാശപ്പെടുന്നത്? എ. ഏസാവും അവൻ്റെ മക്കളും കന്നുകാലികളും. ബി. യാക്കോബും അവൻ്റെ മക്കളും അയൽവാസികളും. സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ഡി. യാക്കോബും നാട്ടുകാരും കന്നുകാലികളും. ഉത്തരം സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ചോദ്യം 18. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നത്? എ. രോഗസൗഖ്യം ലഭിക്കും. ബി. പാപമോചനം ലഭിക്കും. സി. മരണം സംഭവിക്കും. ഡി. വീണ്ടും ദാഹിക്കും. ഉത്തരം ഡി. വീണ്ടും ദാഹിക്കും. ചോദ്യം 19. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. എന്നാൽ യേശു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും? എ. നിത്യജീവൻ പ്രാപിക്കും. ബി. രോഗസൗഖ്യം ലഭിക്കും. സി. പാപമോചനം ലഭിക്കും. ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഉത്തരം ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ചോദ്യം 20. പൂരിപ്പിക്കുക. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ ഡാഷ് അരുവിയാകും. എ. വിശുദ്ധിയിലേക്ക് നയിക്കുന്ന. ബി. പാപമോചനത്തിലേക്ക് നയിക്കുന്ന. സി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന. ഡി. ദൈവകൃപയിലേക്ക് നയിക്കുന്ന. ഉത്തരം സി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന. ചോദ്യം 21. യേശു നൽകുന്ന ജീവജലം കുടിച്ചാൽ തനിക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകുമെന്നാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്? എ. മേലിൽ ദാഹിക്കുകയില്ല, നിത്യജീവനും ലഭിക്കും. ബി. മേലിൽ ദാഹിക്കുകയില്ല, വെള്ളം കോരാൻ വരേണ്ട. സി. മേലിൽ ദാഹിക്കുകയില്ല, രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യും. ഡി. മേലിൽ ദാഹിക്കുകയില്ല, വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഉത്തരം ബി. മേലിൽ ദാഹിക്കുകയില്ല, വെള്ളം കോരാൻ വരേണ്ട. ചോദ്യം 22. ജീവജലം നൽകാൻ യേശു സമരിയാക്കാരി സ്ത്രീയോട് ആവശ്യപ്പെട്ട നിബന്ധന എന്താണ്? എ. ഇനിമേൽ പാപം ചെയ്യരുത്. ബി. മറ്റുള്ളവരുമായി രമ്യപ്പെടുക. സി. ജഡികാസക്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഡി. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഉത്തരം ഡി. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ചോദ്യം 23. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്.
എന്ന് കേട്ട സമരിയാക്കാരി സ്ത്രീ യേശു ആരെന്നാണ് പ്രഖ്യാപിക്കുന്നത്? എ. ഒരു പ്രവാചകൻ, ബി. ലോകരക്ഷകൻ, സി. ദൈവപുത്രൻ, ഡി. ദാവീദിൻ്റെ പുത്രൻ. ഉത്തരം എ. ഒരു പ്രവാചകൻ. ചോദ്യം 24. യഥാർത്ഥമായ ആരാധനാസ്ഥലം എവിടെയെന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത് എന്നാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്? എ. സിനഗോഗിൽ, ബി. സീനായ് മലയിൽ, സി. ഹെബ്രോൻ താഴ്വരയിൽ, ഡി. ജെറുസലേമിൽ. ഉത്തരം ഡി. ജെറുസലേമിൽ. ചോദ്യം 25. രക്ഷ ആരിലൂടെ വരുമെന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയെ ഉദ്ബോധിപ്പിക്കുന്നത്? എ. ദൈവപുത്രനിലൂടെ, ബി. യഹൂദരിലൂടെ, സി. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന്, ഡി. മിശിഹായിലൂടെ. ഉത്തരം ബി. യഹൂദരിലൂടെ. ചോദ്യം 26. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. എങ്ങനെയുള്ള? എ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, ബി. നിയമങ്ങൾ അനുസരിക്കുന്ന, സി. ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന, ഡി. വിശുദ്ധിയിൽ ജീവിക്കുന്ന. ഉത്തരം സി. ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന. ചോദ്യം 27. ദൈവം ആരെന്നാണ് യോഹന്നാൻ 4:24 യേശു പ്രസ്താവിക്കുന്നത്? എ. ദൈവം ആത്മാവാണ്, ബി. തൻ്റെ പിതാവാണ്, സി. സർവശക്തനാണ്, ഡി. സ്നേഹം തന്നെയാണ്. ഉത്തരം എ. ദൈവം ആത്മാവാണ്. ചോദ്യം 28. ആര് വരുമ്പോൾ തങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കും എന്നാണ് സമരിയാക്കാരി സ്ത്രീ അവകാശപ്പെടുന്നത്? എ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ബി. ദൈവപുത്രൻ വരുമ്പോൾ, സി. മനുഷ്യപുത്രൻ വരുമ്പോൾ, ഡി. മിശിഹ ക്രിസ്തു വരുമ്പോൾ. ഉത്തരം ഡി. മിശിഹ ക്രിസ്തു വരുമ്പോൾ. ചോദ്യം 29. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ എന്ത് കണ്ടാണ് അത്ഭുതപ്പെട്ടത്? എ. യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട്, ബി. യേശു കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത് കണ്ട്, സി. യേശു ഒരു സ്ത്രീയോടൊപ്പം നടന്നു പോകുന്നത് കണ്ട്, ഡി. യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. ഉത്തരം ഡി. യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. ചോദ്യം 30. പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് യേശുവിനോട് എപ്രകാരമാണ് പ്രതികരിച്ചത്? എ. അവർ സംശയത്തോടെ വീക്ഷിച്ചു, ബി. ശിഷ്യന്മാർ നിശബ്ദരായിരുന്നു, സി. സമരിയാക്കാരിയോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു, ഡി. യേശുവിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോയി. ഉത്തരം ബി. ശിഷ്യന്മാർ നിശബ്ദരായിരുന്നു. ചോദ്യം 31. യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം കുടം കിണറ്റുകരയിൽ വെച്ചിട്ട് സമരിയാക്കാരി സ്ത്രീ ഏതു പട്ടണത്തിലേക്കാണ് പോയത്? എ. സാലിം, ബി. അരിമത്തിയ, സി. സിച്ചാർ, ഡി. സിക്കാർ. ഉത്തരം ഡി. സിക്കാർ. ചോദ്യം 32. യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം പട്ടണത്തിലെത്തിയ സമരിയാക്കാരി സ്ത്രീ പട്ടണവാസികളോട് പ്രകടിപ്പിച്ച സംശയം എന്താണ്? എ. ചാരൻ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്, ബി. പ്രവാചകനെപ്പോലുള്ള ഒരു വ്യക്തിയെ കണ്ടു, സി. തന്നോട് സംസാരിച്ച വ്യക്തി തന്നെയായിരിക്കുമോ ക്രിസ്തു, ഡി. രാജാവെന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. ഉത്തരം സി. തന്നോട് സംസാരിച്ച വ്യക്തി തന്നെയായിരിക്കുമോ ക്രിസ്തു. ചോദ്യം 33. യേശുവിനെക്കുറിച്ചുള്ള സമരിയാക്കാരി സ്ത്രീയുടെ വിവരണം കേട്ട പട്ടണവാസികൾ എന്താണ് ചെയ്തത്? എ. അവർ മുഖവിലയ്ക്കെടുത്തില്ല, ബി. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്തു വന്നു, സി. അവർ സമരിയാക്കാരി സ്ത്രീയെ ആട്ടിപ്പായിച്ചു, ഡി. അവർ അവരുടെ ജോലികളിൽ മുഴുകി. ഉത്തരം ബി. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്തു വന്നു. ചോദ്യം 34. ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ യേശുവിനോട് അപേക്ഷിച്ചത് എന്താണ്? എ. റബ്ബി ഭക്ഷണം കഴിച്ചാലും, ബി. റബ്ബി നമുക്ക് പുറപ്പെടാം, സി. കർത്താവെ ഇന്ന് ഇവിടെ താമസിക്കാം, ഡി. റബ്ബി അങ്ങ് അല്പം വിശ്രമിച്ചാലും. ഉത്തരം എ. റബ്ബി ഭക്ഷണം കഴിച്ചാലും.
ചോദ്യം 35. റബ്ബി, ഭക്ഷണം കഴിച്ചാലും എന്ന ശിഷ്യന്മാരുടെ അപേക്ഷയ്ക്ക് യേശു പറഞ്ഞ മറുപടി എന്താണ്? എ. എനിക്ക് വിശക്കുന്നില്ല. ബി. നിങ്ങൾ കഴിച്ചുകൊള്ളൂ. സി. ഇപ്പോൾ വേണ്ട, അല്പം കഴിഞ്ഞു മതി. ഡി. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഉത്തരം ഡി. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ചോദ്യം 36. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന യേശുവിൻ്റെ മറുപടി കേട്ട ശിഷ്യന്മാർ എന്താണ് പരസ്പരം പറഞ്ഞത്? എ. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ബി. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സി. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ? ഡി. ഇവന് വിശപ്പും ദാഹവും ഒന്നുമില്ലേ? ഉത്തരം സി. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ? ചോദ്യം 37. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഡാഷ് അവൻ്റെ ഡാഷ് എൻ്റെ ഭക്ഷണം പൂരിപ്പിക്കുക. എ. ഇഷ്ടം പൂർത്തിയാക്കുകയും ജോലി പ്രവർത്തിക്കുന്നതുമാണ്. ബി. ഇഷ്ടം പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാക്കുകയുമാണ്. സി. ഇഷ്ടം നടപ്പാക്കുകയും ജോലി പൂർത്തിയാക്കുകയുമാണ്. ഡി. ഇഷ്ടം പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയുമാണ്. ഉത്തരം ബി. ഇഷ്ടം പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാക്കുകയുമാണ്. ചോദ്യം 38. യോഹന്നാൻ 4:35 യേശു ഉദ്ദേശിക്കുന്ന വിളവെടുപ്പ് എന്താണ്? എ. ഗോതമ്പിൻ്റെ വിളവെടുപ്പ്. ബി. ബാർലിയുടെ വിളവെടുപ്പ്. സി. അന്ത്യവിധി. ഡി. ആത്മാക്കളുടെ രക്ഷ. ഉത്തരം ഡി. ആത്മാക്കളുടെ രക്ഷ. ചോദ്യം 39. യോഹന്നാൻ 4:36 പ്രകാരം കൊയ്യുന്നവന് കൂലിയോടൊപ്പം മറ്റെന്തുകൂടി ലഭിക്കും എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. വിളവിൽ ഒരു പങ്കുകൂടി. ബി. നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. സി. ദൈവകൃപ കൂടി. ഡി. അനേകരുടെ പ്രശംസ കൂടി. ഉത്തരം ബി. നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. ചോദ്യം 40. ഏത് ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 4:37 യേശു പറയുന്നത്? എ. കൊയ്യുന്നത് ഒരുവൻ, വിതയ്ക്കുന്നത് മറ്റൊരുവൻ. ബി. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സി. വിതയ്ക്കുന്നത് ഒന്ന്, കൊയ്യുന്നത് മറ്റൊന്ന്. ഡി. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. ഉത്തരം ഡി. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. ചോദ്യം 41. സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് യേശുവിൻ്റെ പക്കലെത്തിയ പട്ടണവാസികൾ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? എ. ഈ ദേശം വിട്ടുപോകണമെന്ന്. ബി. തങ്ങളോടൊത്ത് വസിക്കണമെന്ന്. സി. തങ്ങളോട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്. ഡി. തങ്ങളുടെ ഇടയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന്. ഉത്തരം ബി. തങ്ങളോടൊത്തു വസിക്കണമെന്ന്. ചോദ്യം 42. സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് യേശുവിൻ്റെ പക്കലെത്തി അവനെ നേരിട്ട് ശ്രവിച്ച പട്ടണവാസികൾ യേശു ആരെന്നാണ് മനസ്സിലാക്കിയത്? എ. ദൈവപുത്രൻ. ബി. ദാവീദിൻ്റെ പുത്രൻ. സി. ലോകരക്ഷകൻ. ഡി. കാത്തിരുന്ന പ്രവാചകൻ. ഉത്തരം സി. ലോകരക്ഷകൻ. ചോദ്യം 43. യേശു എത്ര ദിവസമാണ് സമരിയാക്കാരോടൊത്ത് താമസിച്ചത്? എ. 1 ദിവസം. ബി. 2 ദിവസം. സി. 3 ദിവസം. ഡി. 4 ദിവസം. ഉത്തരം ബി. 2 ദിവസം. ചോദ്യം 44. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകമെന്ത്? എ. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ബി. യേശുവും സമരിയാക്കാരിയും. സി. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഡി. ബെത്സയിദായിലെ രോഗശാന്തി. ഉത്തരം എ. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ചോദ്യം 45. രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു ഇത് പറയുമ്പോൾ സമയം എത്രയായിരുന്നു? എ. 5-ാം മണിക്കൂർ. ബി. 6-ാം മണിക്കൂർ. സി. 7-ാം മണിക്കൂർ. ഡി. 8-ാം മണിക്കൂർ. ഉത്തരം സി. 7-ാം മണിക്കൂർ. ചോദ്യം 46. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ
യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമേത്? എ. അപ്പം വർദ്ധിപ്പിച്ചത്, ബി. അന്ധന് കാഴ്ച നൽകിയത്, സി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്, ഡി. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. ഉത്തരം ഡി. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. ചോദ്യം 47. അധ്യായവും വാക്യവും ഏത്? അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. എ. യോഹന്നാൻ 4:48, ബി. യോഹന്നാൻ 3:48, സി. യോഹന്നാൻ 4:46, ഡി. യോഹന്നാൻ 4:28. ഉത്തരം എ. യോഹന്നാൻ 4:48. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. എ. യോഹന്നാൻ 4:36, ബി. യോഹന്നാൻ 4:26, സി. യോഹന്നാൻ 3:26, ഡി. യോഹന്നാൻ 4:16. ഉത്തരം ബി. യോഹന്നാൻ 4:26. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. എ. യോഹന്നാൻ 4:24, ബി. യോഹന്നാൻ 5:14, സി. യോഹന്നാൻ 4:14, ഡി. യോഹന്നാൻ 4:11. ഉത്തരം സി. യോഹന്നാൻ 4:14. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. എ. യോഹന്നാൻ 4:28, ബി. യോഹന്നാൻ 4:31, സി. യോഹന്നാൻ 3:38, ഡി. യോഹന്നാൻ 4:38. ഉത്തരം ഡി. യോഹന്നാൻ 4:38. ഈ സെറ്റിലെ അവസാന ചോദ്യം. വചനം എഴുതുക. യോഹന്നാൻ 4:42. ഉത്തരം അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.